വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ആട് 3 എന്ന സിനിമ. തിയേറ്ററിൽ പോയി കണ്ടു. സിനിമയുടെ റിവ്യൂ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പം കുറേ ആൾക്കാർ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന പുള്ളിയുടെ റിവ്യൂ കാണും. റിവ്യൂ കണ്ടിട്ട് ചിലർ സിനിമയ്ക്ക് പോകും. പിന്നെ ഷെഹസാമുണ്ട്, ഉണ്ണീസ് വ്ലോഗുണ്ട്, അങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ റിവ്യൂ ഒരു സിനിമ കണ്ടിട്ട് നമ്മുടെ വിലയിരുത്തൽ നടത്തും. പക്ഷേ സിനിമയെ ആഴത്തിൽ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അത് കീറി മുറിച്ചൊക്കെ റിവ്യൂ ചെയ്യാനും നമ്മളാണല്ലോ. നമ്മളൊരു നോർമൽ ഓഡിയൻസിൻ്റെ ഒരു രീതിയിലിരുന്നാണ് സിനിമ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ റിവ്യൂസ് കാണുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, സിനിമ കണ്ടിട്ട് വന്നതിന് ശേഷം പറയുന്നുണ്ട്, പലരെയും റിവ്യൂ കണ്ടിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട്, ചിലർ ശരിയല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പം നല്ല സിനിമകളെ നമ്മളെപ്പോഴും നല്ല സിനിമ എന്ന് തന്നെ പറയണം. മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് നല്ല റിവ്യൂ ഇവർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇവരെ കൊണ്ട് പൈസ കൊടുത്തിട്ട് പറയിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മോശം സിനിമയ്ക്ക് നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന പണി എന്താണെന്നറിയാം? ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അല്ലെങ്കിൽ ഡയറക്ടർ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, ആരും ആയിക്കോട്ടെ, ഇവർ നമുക്കൊട്ടൊരു എന്താ പറയുക, ഒരു സ്ട്രൈക്ക് അങ്ങോട്ട് അടിച്ചു തരും. അതായത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ സ്വാതന്ത്ര്യമാണ് സിനിമയെ കാണിക്കുന്നത്. ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ ആ അഭിപ്രായത്തിനോട് ഇവർക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടാകും. അപ്പോൾ നമുക്കിട്ട് സ്ട്രൈക്ക് തരും. അത് തെണ്ടിത്തരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ആടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആട് 1 അടാറ് ഫ്ലോപ്പായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ 2 വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം പ്രേക്ഷകർ പൊട്ടിച്ചിരിച്ചു. കാരണം ഷാജി പാപ്പാനും പിള്ളേരുടെയും ആ ഒരു സംഭവമൊക്കെ എല്ലാവർക്കും നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. ആട് 3 വരുമ്പോഴത്തേക്ക് സിനിമയുടെ കഥയിലും തിരക്കഥയിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. അതായത് AD 1770 കാലഘട്ടം കാണിക്കുന്നു. ഒരു ടൈം ട്രാവലായിട്ടാണ് സിനിമ കാണിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഷാജി പാപ്പാൻ, സർബത്ത്, അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ടോ, അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ അതായത് ഈ ടൈം ട്രാവൽ കാണിക്കുന്ന സമയത്ത് ബോറെന്ന് പറഞ്ഞാൽ പോരാ, മഹാബോറായിട്ടാണ് കാണിക്കുന്നത്. സത്യത്തിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് ആലോചിച്ച് പോയി. പക്ഷേ പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈസ് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പടം ഇങ്ങനെ എൻഗേജ് ചെയ്യിച്ച് ഇങ്ങനെ അപ്പായിട്ട് വന്നിട്ട് നേരെ ഡൗൺ ആവും. ഈ ADയിലേക്ക് പോകുമ്പോഴത്തേക്ക് നേരെ ഡൗൺ ആവും. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണി വെയിലിൻ്റെ ഒരു ക്യാരക്ടറാണ്. 2 ക്യാരക്ടറും നമ്മളെ വെറുപ്പിച്ച് പണ്ടാരടക്കി കളഞ്ഞു. എന്താണെങ്കിലും ഈ സിനിമയുടെ ഒരു റിവ്യൂ നമ്മുടെ അശ്വന്ത് ഗോക്ക് പറയുന്നതെന്ന് കേട്ടാലോ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. പപ്പൻ ആട് 3 MMT മിഥുൻ മാനുവൽ തോമസ് റൈറ്റർ, ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഐക്കോണിക് സിനിമയായിട്ടുള്ള ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉള്ള ആട് ഫ്രാഞ്ചൈസിയുടെ 3ാമത്തെ സിനിമ. ആട് 1 നിങ്ങൾക്കറിയാം, തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ആട് 2 ഗംഭീര വിജയം നേടിയ സിനിമയാണ്. ഞാനത് തിയേറ്ററിൽ കണ്ടുള്ള സിനിമയാണ്. ആട് 3 വരുന്ന സമയത്ത് ഇത് ജോൺറ ഷിഫ്റ്റ് ഉണ്ട്. ഇത് ടൈം ട്രാവൽ പരിപാടിയാണെന്നുള്ളത് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ളതാണ്. ട്രെയിലർ നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ വരും എന്നുള്ളതായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ചില സിനിമകൾക്ക് ഒരു വിധിയുണ്ടോ? എനിക്ക് എൻ്റെ ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇതൊരു കിട്ടുന്ന സാധനമായിരിക്കും, ഇല്ലെങ്കിൽ 8 വരെ പൊട്ടും എന്നുള്ള ഒരു, കാരണം ചില പടങ്ങൾ അങ്ങനെയാണ്. കാരണം അത്രയും ഒരു എക്സ്പെരിമെന്റൽ സാധനമല്ലേ ചെയ്യാൻ പോണേ. ബട്ട് ദിസ് ഈസ് റിയലി ഫൺ. കാരണം ഈ സിനിമ ക്യാരക്ടേഴ്സ് ഓൾറെഡി നമുക്ക് അറിയുന്ന ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സ്, പിന്നെ അവരുടെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള സിഗ്നേച്ചറുള്ള അവരുടെ തീം മ്യൂസിക്, സ്കോർ പരിപാടി, ഷാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ വിന്റേജ് ടൈമിൽ, അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ ചെയ്തു വെച്ച സാധനം. അപ്പോൾ അത്രയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഒരു ടൈം, ഡിഫറെൻറ്റ് ടൈം സ്പാനിൽ എങ്ങനെ പ്ലേസ് ചെയ്യും ഈ ടൈം ട്രാവൽ പരിപാടി എന്നുള്ളതാണ്. അത് കിടുവായിട്ട് വർക്കായിട്ടുണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ്. അതിൽ തന്നെ ഷാജി പാപ്പൻ്റെ സ്കോറും ഡ്യൂഡിന്റെ സ്കോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമൊക്കെ അത് നല്ല കിടു പരിപാടിയായിരുന്നു. പിന്നെ പെർഫോമൻസ് അറിയാലോ, ഇത്രയും തഴക്കം വന്നിട്ടുള്ള പെർഫോമൻസ് ആണ്. ധർമ്മജന്റെ ഒക്കെ ഒരു തിരിച്ചു വരവ് വേണമെങ്കിൽ പറയാം. കാരണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അങ്ങനെ പെർഫോം ചെയ്ത് വരും. ഇതിൽ തന്നെ കുറേ മിമിക്രി താരങ്ങളുണ്ട്, പക്ഷേ അവരൊന്നും ഓവറായിട്ടില്ല. അത് മിഥുന്റെ ഒരു കൺട്രോൾ ഉണ്ട് നമുക്ക് കണ്ട മനസ്സിലായി. ഈ മിമിക്രി ആർട്ടിസ്റ്റിനെ എപ്പോഴും പറയുള്ളൂ, അവർ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ കയ്യിൽ നിന്ന് കൗണ്ടർ ഇട്ടിട്ടും കയ്യിൽ നിന്ന് എക്സ്പ്രഷൻസ് ഇട്ടിട്ട് അനാവശ്യ സാധനം ഇട്ടിട്ട് കൊള്ളാക്കും. ഇതിൽ നോബി ഉൾപ്പെടെ, പിന്നെ നിർമ്മൽ പാല ഉൾപ്പെടെ കുറേ പേരുണ്ട്. പക്ഷെ ആരും തന്നെ ഓവറാക്കി ചളാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന് എനിക്ക് ഓഡ് 1 ഔട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഫുക്രുവാണ്. ഫുക്രുവിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു അനിയനായിട്ട്, പുതിയൊരു കഥാപാത്രമായിട്ട്. പക്ഷേ അതൊരു ഇപ്പോൾ ഒരു കണ്ടംപററി ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മിഥുൻ. പക്ഷേ അത് പലപ്പോഴും ഒരു മിസ്ഫിറ്റ് ആയിട്ടും മിസ്കാസ്റ്റ് ആയിട്ടും അവിടെ ഒരു പ്ലേസ് ചെയ്യുമ്പോൾ അത് ഞാൻ ഓഡ് 1 ഔട്ട് പോലെ അങ്ങനെ എടുത്തു പിടിക്കുന്നു. ജെല്ലായില്ല മൊത്തത്തിൽ. ഫുക്രുവിൻ്റെ ആ റോളും അത് പ്ലേസ് ചെയ്തു. അഖിൽ ജോർജാണ് DOP, ലിജോ പോളാണ് എഡിറ്റിംഗ്. രണ്ടും പടത്തിന്റെ മൂഡ് അനുസരിച്ചിട്ട് അതേ പരിപാടി അവർ ചെയ്തിരുന്നു. കാരണം ഇത് 2 പീരീഡുള്ള കാണിക്കുന്നുണ്ടല്ലോ, അന്തക്കാലം, മറ്റേ രാജാക്കന്മാരുടെ കാലവും പിന്നെ ഇപ്പോഴത്തും. പിന്നെ ഇതിലൊരു ഫ്യൂച്ചറിസ്റ്റിക് അങ്ങനെ വേരിയസ് ടൈം ലൈൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ആയിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഫീലും ഇപ്പോഴത്തെ പ്രസന്റ് സാധനം കറക്റ്റായിട്ട് ഇവർ പിടിച്ചിട്ടുണ്ട്. കിഷൻ മോഹനാണ് പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സപ്ത, M.R. രാജകൃഷ്ണൻ മിക്സ്, കിട്ടുന്ന മിക്സ്, അറ്റ്മോസ്ഫിയർ പുള്ളിയായിരുന്നു.
ചേട്ടാ ഇനി ഇതിൽ കൂടുതൽ നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പീക്ക് ലെവലിലേക്ക് ഇങ്ങനെ പോയെന്നാണ് പറയുന്നത്. സത്യം പറയാമല്ലോ, ഇതിൻ്റെ ക്ലൈമാക്സ് സംഭവങ്ങൾ മാത്രം കുറച്ച് നല്ല രീതിയിൽ വന്നിട്ട് ഇതിന് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഈ സിനിമ ഒന്നുമില്ല എന്ന് തന്നെ വേണം പറയാം. കാരണം നമ്മളെ ഫുള്ള് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രസൻ്റ്ലി കാണിക്കുന്ന സമയത്ത് കുറച്ച് കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും പ്രസൻ്റ്ലി കാണിക്കുന്ന സംഭവത്തിൽ കുറച്ച് സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും വെറുപ്പിക്കൽ. അതിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർബത്തിൻ്റെ ക്യാരക്ടർ പുള്ളി പൊളിച്ചടിക്കുക. അത് പുള്ളി ഫസ്റ്റും സെക്കൻഡിലും ചെയ്ത അതേ ഗ്രാഫിൽ തന്നെയാണ് തേർഡിനകത്തും പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷാജി പാപ്പൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ട്രാവൽ വന്നതാണ് ഈ സിനിമയുടെ ഒരു പരാജയമായിട്ട് എനിക്ക് സത്യത്തിൽ പേഴ്സണലി തോന്നി. അപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മോശം സിനിമയ്ക്കും നല്ല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനങ്ങളെ പറ്റിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.